രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ബിജെപിയെ വെട്ടിലാക്കി പാർട്ടി ഉപാധ്യക്ഷയും തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ IPS തെരഞ്ഞെടുപ്പ് കാലത്തെ പരാതി ശരിയല്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണോ എന്ന ആശങ്കയും പ്രകടിപ്പിച്ച് ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു. താൻ ഇരയ്ക്കൊപ്പമാണെന്ന് ശ്രീലേഖ വിശദീകരിക്കുമ്പോഴും പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടതിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ആറ്റുകാൽ കുത്തിയോട്ടത്തിൽ കുട്ടികളെ മുറിവേൽപ്പിക്കരുത് എന്ന നിലപാട് ആവർത്തിച്ചും ശ്രീലേഖ BJP പ്രതിസന്ധിയിലാക്കിയിരുന്നു. പെൺകുട്ടിയുടെ പരാതി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നേരിട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിലെ BJP ലൈൻ ഇതാണ്. പക്ഷേ BJP സംസ്ഥാന ഉപാധ്യക്ഷയും മുൻ DGPയുമായ ആർ ശ്രീലേഖ ഇപ്പോൾ പരാതി വന്നതിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണ്. അത് ഫേസ്ബുക്കിൽ തുറന്നടിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും നാൾ യുവതി പരാതി നൽകിയില്ല? എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്? പ്രതിക്ക് മുങ്ങാനും മുൻകൂർ ജാമ്യത്തിനും അവസരമാണോ? അതോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ എന്നായിരുന്നു പ്രതികരണം. പരാതിക്കാരിക്കെതിരെ ശ്രീലേഖ എന്ന വ്യാഖ്യാനം വന്നതോടെ താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. കേസുകൾ എന്തുണ്ടായാലും ഞാൻ വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു IPS ഓഫീസറാണ്. എപ്പോഴും ഞാൻ സ്ത്രീകൾക്കൊപ്പമാണ്. ഇതിൽ എന്തുകൊണ്ട് ഇത്ര വൈകി എന്നതിൻ്റെ ഒരു ദേഷ്യം മാത്രം. പോലീസിന് സുവമോട്ടോ കേസ് എടുക്കായിരുന്നു, അവരെടുത്തില്ല. എന്തിനാണ് ഇത്രയും ലേറ്റായിട്ടത് മുഖ്യമന്ത്രിക്ക് കൊടുത്താലേ ഞങ്ങൾ കേസ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാട് പോലീസ് എടുത്തതിൻ്റെ എതിരെയാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി ഇപ്പോൾ പരാതി നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനെന്നാണ് കോൺഗ്രസിന്റെ ഭാഷ്യം. പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയം എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ന്യായീകരിക്കുകയാണ്. അത് ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലരും ആ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമലയുടെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ അറസ്റ്റ് മുഖ്യനിലേക്ക് നീങ്ങിയേക്കാം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പം പത്രമാധ്യമക്കാർ അതൊക്കെ ചർച്ച ചെയ്യുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി വന്നതിൽ ദുരൂഹത കാണുന്ന ആർ ശ്രീലേഖ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. ഈ ഒരു സമയം നമ്മുടെ ഇലക്ഷൻ്റെ സമയമാണല്ലോ, തിരഞ്ഞെടുപ്പിൻ്റെ സമയം. അപ്പം നാടിൻ്റെ വികസനം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിലൊരു ചെറിയ രോഷം ഉയർന്നു വരുന്നില്ലേ? അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ആയുധമാക്കി BJP രംഗത്തിറങ്ങിയ അവസരത്തിലാണ് BJP ഉപാധ്യക്ഷ ആശങ്ക പങ്കുവച്ച് വെട്ടിലാക്കിയത്. രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമല്ല, ആറ്റുകാൽ കുത്തിയോട്ട വിഷയത്തിലും ആർ ശ്രീലേഖ ഇന്ന് നിലപാട് വിശദീകരിച്ചു. ആറ്റുകാൽ കുത്തിയോട്ടത്തിൽ ക്രിമിനൽ കുറ്റമുണ്ടെന്ന തൻ്റെ നിലപാട് തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്ന BJPയുടെ മേയർ സ്ഥാനാർത്ഥി തുറന്നു പറയുകയാണ്. ആചാരം നടക്കണം, പക്ഷേ കുട്ടികളെ കുത്തുന്നത്, കുട്ടികളുടെ വശത്ത് മുറിവേൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് ചെട്ടികുളങ്ങര കുത്ത് നിരോധിച്ചതാണ്. അതുകൊണ്ട് കുത്താതെ പ്രതീകാത്മകമായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുത്തിയോട്ടത്തിനെതിരെ ആ നിലപാട് ഇപ്പോഴും ഉണ്ട്. താൻ ഇരയ്ക്കൊപ്പമാണെന്നും ആചാരത്തിനൊപ്പമാണെന്നും ആർ ശ്രീലേഖ പറയുന്നുണ്ട്. പക്ഷേ BJPക്ക് ആശങ്കയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.